വാഹനത്തിൽ കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ച ഓർത്തഡോക്സ് പാതിരിക്കെതിരെയുള്ള പരാതി മുക്കി. കുമ്പസാരത്തിന്റെ മറവിൽ 5 പാതിരിമാർ ചേർന്ന് യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത ഓർത്തഡോക്സ് സമുദായത്തിന്റെ നിർണഭദ്രാസനത്തിൽ നിന്ന് തന്നെ ഇതാ അടുത്ത ഒരു നാറ്റക്കേസ്. ആ കുമ്പസാര പീഡന വീരന്മാരെ ഇപ്പോഴും കുപ്പായം ഉരിപ്പിക്കാതെ അവന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു പൈശാചിക സമുദായമാണ് ഇതെന്ന് ഓർക്കണം. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമമായതുകൊണ്ട് ഇരകളുടെ യാതൊരുവിധ വിവരങ്ങളും ഞങ്ങൾക്ക് പുറത്തുവിടുവാൻ സാധ്യമല്ല. ഇക്കഴിഞ്ഞ ഏപ്രിൽ അവസാന വാരം ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിന്റെ സമാപനത്തിന് മുന്നോടിയായി നടത്തിയ ടൂറിനിടയിൽ ബസിൽ വെച്ചാണ് പാതിരി കുട്ടികളുടെ അടുത്ത് വേണ്ടാദീനം കാണിച്ചത്. റോഷൻ ബി ജോസഫ് എന്ന ഭാര്യയും 2 കുട്ടികളുമുള്ള ഓർത്തഡോക്സ് പാതിരിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിനു മുമ്പിരുന്ന പള്ളിയിലും ഈ പാതിരി കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. സംഭവങ്ങൾ നടന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇടവകക്കാരും മെത്രാനും വീട്ടുകാരും പാതിരിക്കെതിരെ പരാതി നൽകാതെ മുക്കിയിരിക്കുകയാണ്. സംഗതി പുറത്തറിഞ്ഞാൽ നാണക്കേടാകും എന്ന് പറഞ്ഞാണ് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ വിവരം സംബന്ധിച്ച് ITV ന്യൂസിനും നേരത്തെ വിവരം ലഭിച്ചിരുന്നുവെങ്കിലും യാതൊരുവിധ തെളിവുകളും പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഈ യാത്രയിൽ ഉണ്ടായിരുന്ന OVBS ടീച്ചർ സിന്ധുവും റോഷൻ പാതിരിയും തമ്മിലുള്ള സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ അതിക്രമം നടന്നിട്ടുണ്ടെന്ന് സിന്ധു വ്യക്തമാക്കുന്നു. അതിന് നിരവധി ദൃക്സാക്ഷികളുമുണ്ടെന്ന് സിന്ധു തന്നെ വ്യക്തമാക്കുന്നു. സിന്ധുവും പാതിരിയും തമ്മിൽ നടന്ന ആ സംഭാഷണം കേൾക്കുക. എന്തിനാ ഈ നമ്പറിലോട്ട് വിളിച്ചത്? സംസാരിക്കണം. തനിക്കറിയോ എത്ര നാളത്തെ വിശ്വാസവും സ്നേഹവും താൻ ഒറ്റ ഇതുകൊണ്ട് ഇല്ലാണ്ടാക്കിയെന്നറിയോ? താൻ ഇത്രക്ക് വൃത്തികെട്ടവനായിരുന്നോ? എല്ലാം അവരുടെ അടുത്ത് എടുക്കുന്ന ഉടായ്പ നമ്പർ എന്റെ അടുത്ത് എടുക്കരുത്. ഞാൻ തന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒന്ന് സംസാരിക്കാം. ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം. സിന്ധു, ഞാൻ കേൾക്കുന്നുണ്ട്. എന്നതാ ചോദിക്കേ? വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്ത്? ആരാ? എടാ, എല്ലായിടത്തും പാട്ടാ. എല്ലാവരും എല്ലാം അറിഞ്ഞു. പക്ഷെ ഞാൻ മാത്രം അറിഞ്ഞില്ല. ഞാൻ മാത്രം അറിയാതെ ആയിപ്പോയി. അറിയാമോ? എന്തറിഞ്ഞോ? താൻ വണ്ടിയിലിരുന്ന് കാണിച്ചതും അതിനു മുന്നേ അവിടെ ഓഫീസ് മുറിയിൽ അവളായിട്ട് ഉള്ള ഇതും പ്രാക്ടീസിന്റെ സമയത്ത് നടത്തുന്നതും കുമ്പസാര സമയത്ത് ഉണ്ടായിരുന്നതും വീടുകൾ അന്വേഷിച്ച് പോകുന്നതും എല്ലാവരും അറിഞ്ഞു. ഞാൻ മാത്രം അറിഞ്ഞില്ല. ഞാനൊരു കാര്യം ഞാൻ പറയാം. വൈഫുണ്ട്, 2 മക്കളുണ്ട്. എന്തിനാ ഇങ്ങനെ ഈ വഴി ജീവിക്കുന്നത്? എന്നെ ഉപദേശിച്ചിട്ടുള്ള ആളോട് ഞാനൊരു ഉപദേശം തരുവാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ആരുടെ വീട് അന്വേഷിച്ചു പോകാനുണ്ട്? അയ്യോ, ഇനി വിശ്വസിക്കാനോ? ഇനി ഈ പറയുന്ന വാക്കുകൾ എന്തെങ്കിലും കേട്ട് വിശ്വസിക്കാനോ? ഞാന് എന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അയാളെ വിശ്വസിക്കില്ല, അയാൾ ശരിയല്ല. ഞങ്ങളുടെ ചേട്ടൻ അനിച്ചാൻ വരെ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടാ ബിൻജാൻ ഇങ്ങനെ പറയുന്നത്. ബിൻജാനെ ഞാൻ കൊന്നിട്ടില്ലെന്നേ ഉള്ളൂ. അത്രയും ഞാൻ പൊക്കി ഒരു കർത്താവിന്റെ സ്ഥാനത്ത്, ശരിക്കും ദൈവത്തിന്റെ ഒരു സ്ഥാനത്ത് എനിക്കിപ്പോ എന്നോട് തന്നെ അറപ്പും വെറുപ്പും തോന്നുക. അറിയാമോ? തന്നെ പോലത്തെ ഒരാളെയാണല്ലോ ഇത്രയും നാളും ബഹുമാനിച്ച് സ്നേഹിച്ചത്. എന്തിനാ ഇങ്ങനെ നശിക്കുന്നത്? ഞാൻ ആരുടെ വീട് കേട്ടിട്ടൊന്നും ഞാൻ പോയിട്ടില്ല സിന്ധു. എടോ, കൊച്ചു പെൺപിള്ളേരെ, തനിക്ക് ടീനേജ് പിള്ളേരെ കാണുമ്പോ എന്താ ഇത്ര കുഴപ്പം? ഇവര് ഈ കുമ്പസാര രഹസ്യത്തിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞെങ്കിൽ താൻ എന്തിനാ അവരുടെ വീടുകൾ മാത്രം അന്വേഷിച്ചു പോകുന്നത്? എല്ലാവർക്കും എല്ലാം അറിയാം കേട്ടോ. ഒരു കാരണവശാലും ഒരു കാലത്തും ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പൊ എന്റെ കണ്ണിൽ ഇന്നലെ കണ്ടതോ? സിന്ധു എന്താ കണ്ടേ? അയ്യോ, എനിക്കത് അറയ്ക്കും. കാരണം ഞാനേ ഒരു നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാ. അത് പറയാൻ എനിക്ക് അറയ്ക്കും. എന്താ കണ്ടേന്ന് ഇനി ഞാനത് പറഞ്ഞു തരണോ? ഞാൻ മാത്രമല്ല, പലരും കണ്ടു. ഞങ്ങൾ അവിടെ വെച്ച് പ്രതികരിക്കാതിരുന്ന എന്താണെന്നറിയോ? വെറുതെ ഒരു സീൻ ഞങ്ങളായിട്ട് ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. എന്താ കരുതിയത്? ആരും ഒന്നും കണ്ടിട്ടില്ലെന്നോ? വേറെ ആര് കണ്ടു? എല്ലാവരും കണ്ടു. എല്ലാരും ആരൊക്കെയാ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്? അവരെല്ലാം
എല്ലാവർക്കും എല്ലാം മനസ്സിലായി എല്ലാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ട്രിപ്പില് തന്റെ ഈ ഒരു പരിപാടികൾ കാണാനായിട്ട് എവിടം വരെ പോകും, എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നവരും ആ ട്രിപ്പിലുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയാതിരുന്നത് ഞാനും സോജിയുവ. പക്ഷെ ഞങ്ങളുടെ ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഞങ്ങളോട് അരമണിക്കൂർ മുമ്പ് വരെ തന്നെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞവരോട് ഞങ്ങൾ തർക്കിച്ചിരിക്കുക. ഇല്ല അങ്ങനെയല്ല, ഇല്ല ഞങ്ങൾ വിശ്വസിക്കൂലെന്ന് പറഞ്ഞ ഞങ്ങളുടെ കൺമുന്നിൽ ദൈവം തമ്പുരാൻ കാണിച്ചു തന്നതാ. ഞാൻ എത്ര പേരോട് ഞാൻ തർക്കിച്ചിട്ടുണ്ടെന്നറിയോ തനിക്ക് വേണ്ടി? അറിയോ? ഒരു നല്ലൊരു സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയില്ലേ, 2 പിള്ളേരില്ലേ, ആ പിള്ളേർ അനുഭവിക്കത്തില്ലേ ഈ ഇങ്ങനത്തെ പാപമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ? എന്തൊരു ഇതാ, പള്ളിക്കകത്ത് നിന്ന് സംസാരിക്കാൻ പാടില്ല, ഭയങ്കര എന്തൊക്കെ ഡിമാൻഡായിരുന്നു, എന്നെ കണ്ടീഷൻസാ. ഓടിച്ചു വിടുന്നതിന് മുമ്പേ സ്വയം ഉറങ്ങിപ്പോക്കോ, അതായിരിക്കും നല്ലത്. എനിക്കതേ പറയാനുള്ളൂ. കാരണം പാതിക്കാട് പള്ളിയിൽ വരാതിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. താനുള്ളിടത്തോളം കാലം ഞങ്ങൾ പള്ളിയിൽ വരത്തുമില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വരത്തില്ല, വരാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഓടിച്ചു വിടണ്ട, അതിനു മുന്നേ പൊയ്ക്കോ. എന്നെ തന്നെ വായിൽ നാവില്ലേ? എന്നെ ഈ സംഭാഷണം കേട്ട ശേഷം ഞാൻ സിന്ധുവിന്റെ ഭർത്താവ് ബിനു കുളത്തുങ്കലിനെ വിളിച്ചപ്പോൾ ലഭിച്ച മറുപടി കേൾക്കുക. ഹലോ, ബിനു അല്ലേ? ആണോ? ബിനു, സിന്ധുവിന്റെ വോയിസ് ഇപ്പൊ വെളി വന്നല്ലോ, പള്ളിയിലെ ആ സംഭവത്തിന്റെ. അത് കേട്ടോണ്ട് വിളിച്ചായിരുന്നു. ശരി. പോലീസ് വല്ല അവർ പരാതി കൊടുത്തോ, അറിയാവോ? ഇല്ല. വീട്ടുകാർ രേഖാമൂലം തിരുമേനിക്കൊന്നും പരാതി കൊടുത്തില്ലേ? ഇത് പിന്നെ ഇവൻ അവിടെ തന്നെ പള്ളിയിൽ തന്നെ വീണ്ടും തുടരുന്നുണ്ടോ? പള്ളിയിലില്ല. അവിടെ പിന്നെ പുള്ളി അങ്ങോട്ട് വന്നിട്ടില്ല. ഇല്ല, ആശുപത്രിയിലെങ്ങാണ്ട് അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. എന്നാലും ഇതൊരു പോക്സോ കേസ് ആവുമ്പോഴേ അറിഞ്ഞിട്ട് സിന്ധു അതിന്റെ വീഡിയോ എന്തോ എടുത്തെന്നൊക്കെ പറഞ്ഞു അതങ്ങനെ പോലീസിൽ കൊടുക്കുവാണെങ്കിൽ നല്ലതല്ലായിരുന്നു അത്. ഇല്ല, പോലീസ് ഒന്നും കൊടുത്തിട്ടില്ല. അറിഞ്ഞിട്ട് കൊടുത്തില്ല, പ്രശ്നമാകത്തില്ലേ അത്? അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. സിന്ധുവിന്റെ ആ വോയിസ് എങ്ങനെയാ ഇത് വെളി വന്നത്? സിന്ധു ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ അവരായാലും കൊടുത്തായിരിക്കും. സിന്ധു സൺഡേ സ്കൂൾ ടീച്ചറോ എന്തുവായിരുന്നു സിന്ധുവിടെ? OBS ടീച്ചറായിരുന്നു. OBS അല്ലേ? ഇത് ആ OBS യാത്രക്കിടയിലാണെന്ന് തോന്നുന്നല്ലേ സംഭവിച്ചത്? അറിഞ്ഞില്ലേ ഇത് മറ്റേ തിരുവല്ല പാലിയക്കരയിൽ ഇവൻ ഇതുപോലത്തെ പണി കാണിച്ചിട്ട് 6 മാസം? അത് പിന്നെ അറിയുന്നു. ആണോ? അത് പിന്നെ അറിയുന്നു. ഈ ബിനുവിന്റെ ആരാ ഈ സിന്ധു? ഭാര്യ. ഓ, ഭാര്യ. മെത്രാന് ഇടവകക്കാർ നേരിൽ ചെന്ന് പരാതി നൽകി എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ നിരണം മെത്രാൻ ക്രിസോസ്റ്റമോസിനെ വിളിച്ചപ്പോൾ ലഭിച്ച ആ മറുപടി കേൾക്കുക. ഹലോ, ക്രിസോസ്റ്റമില്ലേ? അതെ. വിളിച്ചതേ നമ്മുടെ റോഷൻ പി ജോസഫ് അച്ഛനെതിരെ വന്ന പരാതി നമ്മള് പോലീസിനെ കൈമാറിയായിരുന്നോ? എനിക്ക് പരാതി ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നേ. ആ കുട്ടിയുടെ OBS യാത്രക്ക് പോയി എന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല. പിന്നെ അയാളെ എന്തിനാ മാറ്റിയത്? പള്ളിയിൽ നിന്ന് ഇടവക മാറ്റിയല്ലോ. തിരുമേനി അറിയാതാണ് പറ്റത്. ഇടവക്കാരുടെ ആവശ്യപ്രകാരമോ? ബാക്കി ഉത്തരം മുട്ടിയപ്പോൾ ബിഷപ്പ് ഫോൺ കട്ട് ചെയ്തു. പാദ്രിയെ സ്ഥലം മാറ്റിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇടവകക്കാർക്ക് പരാതി ഉണ്ടായിരുന്നുവെന്നും ആ പരാതി എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്ത് വണ്ടി വിട്ടു. ഇങ്ങനെയുള്ള നാണക്കെട്ടവന്മാരാണ് ഓർത്തഡോക്സ് സമുദായത്തിന്റെ മെത്രാന്മാർ. ഇവനാണ് പരിശുദ്ധ സിനഡിന്റെ സെക്രട്ടറി. മെത്രാനെ, നിനക്ക് പ്രായമായതും നായയ്ക്ക് മീശ നരച്ചതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പരാതി ലഭിച്ചില്ല എന്ന് ഇയാൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഞാൻ ഉടനെ തന്നെ സിന്ധുവിന്റെ ഭർത്താവ് ബിനു കുളത്തുങ്കലിനെ വിളിച്ചപ്പോഴാണ്. അവർ നേരിട്ട് ചെന്ന് മെത്രാനോട് പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഇടവക്കാരുടെ പരാതിയെ തുടർന്ന് അടികിട്ടുമെന്ന് പേടിച്ച് പാതിരിയെ സ്ഥലം മാറ്റിയിരുന്നു. പക്ഷേ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. എല്ലാവരും കൂടി തേച്ചു മായ്ച്ചു കളഞ്ഞു ഈ കേസ്. ഹലോ, ഞാനിപ്പോ നമ്മുടെ ക്രിസോസ്റ്റം വിളിച്ചായിരുന്നു. വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇതുപോലെ പള്ളിയിൽ നിന്ന് ഇതുപോലെ നിങ്ങൾ ചെന്ന് കാണാൻ ചെന്നിട്ടായിരുന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. രേഖാമൂലമായിട്ട് എഴുതി കൊടുത്തായിരുന്നു പുള്ളിക്ക്, അതോ പറഞ്ഞതേ ഉള്ളോ? പക്ഷെ രേഖാമൂലം കൊടുക്കുമായിരുന്നെങ്കിൽ പിന്നെ അല്ലെ നാളെ അയാൾ പറയൂലേ ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് ഇയാൾ പറയൂലേ? രേഖാമൂലം കൊടുക്കുന്നില്ലേ? ഇല്ല. അതായത് ഇതൊരു കേസിൽ പോകാൻ താല്പര്യമില്ലേ? ഇല്ല. കാരണം ഒരു പോക്സോ കേസ് നമ്മൾ നടന്നു എന്ന് അറിഞ്ഞിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ വൈഫാണ്, അവര് കണ്ടു, അവര് എല്ലാ ഡീറ്റെയിൽസും എല്ലാം വിട്ട ശേഷം നമ്മളത് അറിഞ്ഞില്ല, അത് ഇൻഫോം ചെയ്തില്ലേ, നമുക്ക് നാളെ ഒരു പ്രശ്നമായിട്ട് വരത്തില്ലേ?
പ്രശ്നം എടുത്ത് നോക്കാം. കേസിന് പോകുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായാൽ ഉടൻ തന്നെ അത് പോലീസിനെയും ചൈൽഡ് ലൈനെയും അറിയിക്കണമെന്നിരിക്കെ വളരെ കുറ്റകരമായ ഉദാസീനതയാണ് ഇടവക ഭരണസമിതിയുടെയും ദൃക്സാക്ഷികളുടെയും ബിഷപ്പിന്റെയും അതിലെല്ലാം ഉപരി കുട്ടികളുടെ മാതാപിതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വൈദികനെതിരെ മാത്രമല്ല, കുറ്റകൃത്യം മറച്ചുവെച്ച എല്ലാവർക്കുമെതിരെയും പോക്സോ നിയമപ്രകാരം കേസെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ കുറ്റകൃത്യം നടന്നു എന്ന് വ്യക്തമാക്കുന്ന ഞങ്ങൾക്ക് ലഭിച്ച തെളിവുകൾ രേഖപ്പെടുത്തി ചൈൽഡ് ലൈനും പോലീസ് ഡയറക്ടർ ജനറലിനും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുത്തു കഴിഞ്ഞു. ആ കുട്ടികളുടെ മാതാപിതാക്കളോടാണ്. ഭീഷണിയുടെ മുന്നിൽ ഭയന്നോ നാണക്കേട് ഭയന്നോ നിങ്ങൾ ഇത് മറച്ചു വെക്കരുത്. നിങ്ങളുടെ യാതൊരു വിവരവും ആരും പുറത്തുവിടില്ല. ഈ പാതിരി ഇതിനു മുമ്പിരുന്ന ഇടവകയിലും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു 6 മാസം സസ്പെൻഷൻ വാങ്ങിയ ആളാണെന്ന് അറിയാൻ സാധിച്ചു. ഈ പാതിരിക്കെതിരെയുള്ള പരാതി നിങ്ങൾ ഇപ്പോൾ നൽകാതിരിക്കുന്നത് വഴി വലിയൊരു കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. മുൻപ് ഇവനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു എങ്കിൽ ഇവൻ ഇന്ന് ഈ പണി ചെയ്യില്ലായിരുന്നു. ഇന്ന് നിങ്ങൾ ഇവനെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ നാളെ ഇവൻ വേറെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ സത്യം പോലീസിൽ അറിയിക്കണം. ആരുടെ ഭീഷണിക്ക് മുന്നിലും നിങ്ങൾ വഴങ്ങരുത്. മാതാപിതാക്കളോടാണ്. നിങ്ങൾ ഓമനിച്ചു വളർത്തുന്ന നിങ്ങളുടെ പൊന്നോമന മക്കളെ ഈ അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ വയ്യാത്തവന്മാരുടെ അടുത്ത് ദയവായി വിടരുത്. ഇവനൊക്കെയാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സന്മാർഗം പഠിപ്പിക്കേണ്ടുന്നത്? ഇവന്മാരുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ അയക്കുന്നവരെയല്ലേ തിരണ്ടിവാലിന് തല്ലേണ്ടുന്നത്? കഞ്ഞിക്കുഴിമത്തായി തനിക്കൊരല്പം നാണമുണ്ടെങ്കിൽ ഈ പോക്സോ കേസ് മുഖ്യ തൻ്റെ ഈ നാറിയ ബിഷപ്പിനെയും പീഡോഫിലിയ പാദ്രിയെയും കുപ്പായം ഊരിപ്പിച്ചു വല്ലോ തോട്ടിപ്പണിക്കും വിടുക. തന്നെ കൊണ്ട് ഒരു കോപ്പം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.